നമുക്ക് വളരെ വ്യക്തമല്ലേ, സുവ്യക്തമല്ലേ, മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ അങ്ങോട്ട് വിളിച്ച് ഹിന്ദു പത്രത്തിന് അഭിമുഖം അറിയുകയും ചെയ്തതിൽ അതിലെ വാക്കുകൾ എന്താണ്? ആ വാക്കുകൾ വിഴുങ്ങാൻ സാധിക്കുമോ? പോളിറ്റ് മെമ്പർ, ബ്യൂറോ മെമ്പർ വിജയരാഘവൻ്റെ വാക്കുകൾ എന്താണ്? പി ജയരാജൻ്റെ ആത്മകഥയിലെ വാക്കുകൾ എന്താണ്? CPM പാർലമെൻറ്റ് ഇലക്ഷനിലെ ദയനീയ പരാജയത്തിന് ശേഷം ആരെയാണ് കുറ്റപ്പെടുത്തിയത്? പ്രിയങ്കാ ഗാന്ധിയുടെ ആവേശകരമായ വിജയത്തിന് അവരാരെയാണ് പറഞ്ഞത്? ജനങ്ങളെയല്ലേ ആക്ഷേപിച്ചത്? മലപ്പുറം ജില്ലയെ പേരെടുത്ത് പറഞ്ഞല്ലേ ആക്ഷേപിച്ചത്? അതിന് ഉത്തരവില്ല. ഇപ്പോൾ അത് KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ, അത് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ബാധിച്ചു. അതിന് മറുപടിയില്ല, മറുപടി പറയാൻ കഴിയില്ല. ജനങ്ങൾക്ക് നന്നായി അറിയാം. നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു, ചർച്ചയ്ക്ക് തയ്യാറാകണ്ടേ? എന്നാൽ പിന്നെ നിയമസഭയിൽ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖം മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച ആ സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. കാരണം എന്താണ്? വൈ ദേ ആർ അഫ്രൈഡ് ഓഫ്. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? ഒരു ചർച്ച എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? വ്യക്തമാണ്. കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് പ്രസിഡന്റ്. ഒറ്റ കാര്യം, ഈ ദേശീയപാത വിഷയത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന പറയുന്നു. അങ്ങനെ പരിഹരിച്ചാൽ മതി, അത് അതിൽ അന്വേഷിക്കണം, പരിഹരിക്കണം എന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആശങ്ക അവസാനിപ്പിക്കണം, അന്വേഷണം വേണം, നടപടികൾ വേണം. ഇതിൽ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കണം, പുനർനിർമ്മിക്കണം. ആ കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അഴിമതി മറച്ചുവെക്കാനോ അഴിമതിക്കാരെ രക്ഷിക്കാനോ ഉള്ള ഒരു നടപടിയുമായിട്ട് പ്രതിപക്ഷത്തിന് യോജിക്കാൻ കഴിയും.